അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വി ആർ ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗ്യാറ്റോസ് പ്രിസൺ റൺ ഓബി. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നു ഗ്യാറ്റോസ് പ്രിസണിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഏത് പ്രിസണിൽ കയറിയാലും നമുക്ക് ഈ ഡ്രസ്സ് കിട്ടും ഗൈസ്. അതാണ് നമ്മളൊരു പ്രത്യേകത. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോ ആണല്ലോ, അതുകൊണ്ടാണ് ഗൈസ്. ഇതാരിത്, ഇത് കോയിനല്ലേ? അത് കടക്കലല്ലേ കോയിൻ വെക്കുന്നത്? ആ എടുത്തല്ലോ, കോയിനെല്ലാം കിട്ടി. ഗോൾഡ് കട്ട് ചെയ്ത് ഇവിടെ കിടക്കുന്നു. ഇതോ ഗോൾഡ് കട്ടി കൊടുത്ത്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എസ്കേപ്പ് ആയുള്ള പണി വെക്കാം. ഏറ്റവും ഫസ്റ്റ് എസ്കേപ്പ് ആയാൽ നമ്മുടെ ബോർഡ് അവിടെ കാണാൻ പറ്റും. കീപ് പഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പ്രശ്നം വെക്കണം. അതാണ് ഓക്കെ സെറ്റ്. ചെക്ക് പോയിൻ്റ് കിട്ടി. ചെക്ക് പോയിൻ്റ് കിട്ടലാണ് അതിനകത്ത് ഏറ്റവും മെയിൻ. പൈസയൊന്നും വേണ്ട. പോകുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റും. പക്ഷേ പൈസ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈസി ആയിസ്. ഈ ഫാന് വെറുതെ വെച്ച് തന്നെയാണ്, നമുക്കൊന്നും ആവില്ല. ഫാൻ കൊണ്ട് ചെക്ക് പോയിൻ്റ് പിന്നെയും കിട്ടി. ചെക്ക് പോയിൻ്റ് കിട്ടില്ല അതിനകത്ത് വലിയ കാര്യം. നമ്മൾ ഇതിനകത്ത് പിന്നെ പണ്ടേ പ്രോ-ആണ് ഗൈസ്. കുറച്ച് സ്ഥലം തെറ്റിയിട്ടുള്ളൂ, പ്രശ്നമില്ല. ഇത് ചാടറാ, ഒന്ന് തറ്റൊക്കെ വന്നിട്ടൊന്ന് ചാടാം. ഇത് നമുക്ക് പിന്നെ പണ്ട് ഈസിയാണ്. നമ്മൾ പിന്നെ കുറേ പ്രിസൺ അല്ലെങ്കിൽ നമ്മൾ എസ്കേപ്പ് ചാടിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രിസൺ ചാടുന്നത് തന്നെ. എല്ലാവരും ഒന്ന് അപ്പത്തേക്കൊന്ന് ലൈക്കും സബ്ബെല്ലാം അടിച്ച് പൊട്ടിച്ചോളേ. പൊട്ടിക്കടാ, എന്താ ഇത് പൊട്ടിക്കാത്ത? ഈ പൊട്ടനാടാ കളിക്കുന്നത്. പൊട്ടിച്ച്. എൻ്റെ അമ്മോ, ഈ പൊട്ടിക്കാൻ തന്നെ ഭയങ്കര ടാസ്കിനുള്ളൂ. ഗ്യാറ്റും ഉണ്ട് ഇവിടെ നിൽക്കുന്നത്, എനിക്കറിയാം. സെലക്ഷൻ A2 അവിടെ ഉണ്ട് കേസ്. ഗ്യാറ്റോ ഞങ്ങൾ മൂഞ്ചിരിക്കാം. ഈ വണ്ടിയിൽ ഞാൻ നമുക്ക് അടുത്ത ഗെയിം നമുക്ക് ബാക്ക് റൂം ആക്കാൻ കഴിയും. എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് റൂം ഇതുവരെയായിട്ട് നമ്മൾ കളിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഗെയിം ബാക്ക് റൂം ആക്കുന്നുണ്ട്. ഈ ഗ്യാറ്റോന് പോലീസിൻ്റെ അത്ര ഒരു സ്പീഡിൽ ഗൈസ്. ഷൊണ്ണനാണല്ലോ ഇവൻ. ഇങ്ങോട്ടേക്ക് വരും. പൊട്ടൻ തന്നെ ഗൈസ്. ഇവനെന്ത് പൊട്ടനാ? അത് അവിടുന്ന് താഴെ വീണ്. ന്യൂബേസ് കൊല്ലം തന്നെ ഇവൻ. ഇതൊന്ന് കൊണ്ടുപോയത് ആഡംബരം എത്തണമെങ്കിൽ എത്താൻ. എൻ്റെ അമ്മോ, പ്രസ്തുത പൊട്ടൻ. അത് ഞാൻ ചെയ്തിന്. പോട്ടെ. ഇതെന്താ ആടെ പിടിച്ചു തന്നിനി? കീയടാ, ഏണിയൊന്നുമില്ല ആടാ. ഇവന്മാർ കുറച്ചും കൂടി അപ്ഗ്രേഡ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കളിക്കും. ഇതെനിക്ക് അറിയുന്നതാണ്. ഇതിനകത്ത് നമ്മളൊരു തൊഴിന്ന് പോലത്തെ ഒരു സാധനം എടുക്കണം. ഇവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഇനി പോവാൻ വേണ്ടെന്ന് തോന്നുന്നു. തുറക്കടാ ഇത്. അത് തുറക്കടാ. ഇതന്നെ ഈ സാധനം എടുക്കും. എന്നിട്ട് ഇട്ട് പോയിച്ചോ. അതേ ഉള്ളൂ കൈസ്. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് കുയിക്കൽ ഭയങ്കര പണി. കുയിക്കൽ ഒരു ഇതെടുത്താൽ മതി. വെക്കി പിടിച്ചാലാവില്ലല്ലേ. സ്റ്റേജ് കണ്ട 20 വരെ നമ്മൾ എത്തണം. 24 നമ്മൾ 6 ഉള്ളൂ. തലമണ്ട തള്ളിയിട്ടാ അവന്. ന്യൂബേസ് അവൻ തള്ളിയിട്ടോണ്ട് ഓൻ തന്നെ ഇവിടെ വന്നു. ഇവൻ്റെ വരുന്ന അയാൻഷ. നമ്മളെ പേരും അത് തന്നെയാണല്ലോ മച്ചാൻ കുറച്ച് പൊളിയാന്ന്. ഇവന്മാരുടെ ന്യൂബേസ് കൊല്ലം തന്നെ ഐസ്. ഇങ്ങനത്തെ ന്യൂബിനോട് നമുക്ക് കളിക്കാമെങ്കിൽ ന്യൂബിനോടെല്ലാം പോകാൻ പറ. ന്യൂബ് മാസ്റ്റർ. ഇതെനിക്കറിയുന്ന സംഭവം. ഇവിടുന്ന് പൊട്ടി വീഴും കണ്ട. നമുക്ക് ഫ്യൂച്ചർ തിങ്ക് ചെയ്യാണ്ട് കഴിയും. അങ്ങനത്തെ ഒരു കഴിവെല്ലാം ഉണ്ട്. ഇതെന്ത് ഗൈസ്? ഇത് ഈസിയാ. പിന്നെ ഒരു ഉണ്ട പോക്കുണ്ട്. ജെറിയല്ലേ പോകുന്നത്? ജെറി ഭയങ്കര കളിയോടാ ഗൈസ്. ജെറി എൻ്റെ ഒരു ഫ്രണ്ടാണ്. ജെറി ഭയങ്കര പോക്കാ പോകുന്നത്. എൻ്റെ പിന്നെ ഓനെന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല കളിക്കുന്നതിനെ കുറിച്ചിട്ട്. കള്ളക്കളവൻ. ഒരു ഉണ്ട വരുന്നുണ്ട്. ഉണ്ട പോയി ഉടനെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ജെറി ഏതാ പോക്ക് പോകുന്നടാ?
അവൻ ചത്ത്. അവൻ ചത്തില്ലേ? അവിടെ ഇതിൻ്റെ ഉണ്ട് തട്ടിയ ലൈഫ് കൂടെ ചെയ്യ അല്ലെങ്കിൽ എന്നാ ചെയ്യാ? കൊടിക്കോ പൈസ എടുത്തോ വേണമെങ്കിൽ പൈസ എടുത്തോ. ഇതിനകത്ത് ഇവിടെ ഉണ്ടാവും ഗ്യാറ്റോസ്. എനിക്ക് തോന്നുന്നുണ്ട് ഗ്യാറ്റോ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല സാധ്യതയുണ്ട് ഗൈസ്. കാരണം ഇവിടെ ഇതാണ് കളി. ഇവിടെ ഗ്യാറ്റോൻ്റെ ആരെങ്കിലും ഉണ്ടാവും. ഗ്യാറ്റോൻ്റെ അസിസ്റ്റൻ്റ്. അയ്യേ ഇവൻ്റെ തുള്ളി കളിക്കുന്നത് അത് ഗ്യാറ്റോൻ്റെ അസിസ്റ്റൻ്റാണ്. ഇത് നമുക്കിതിനകത്ത് നമ്മൾ ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല. പൊടിച്ചോ കറക്കടാ. വാ മച്ചാനെ, നല്ല അരിയുണ്ടിയും പരിപ്പോടിയും എല്ലാം ഉണ്ട്, ഉണ്ടാക്കി തരാം. ഇത് നമ്മളെല്ലാ ഗെയിമിലും ഇതേപോലെ തന്നെ ഉണ്ടാവും. അത് നമ്മളെല്ലാം ജയിക്കലുണ്ട് ഓരോ പ്രസൻറ്റിലും. ഭയ്യാലെ വെച്ച് പിടിക്കണ്ടല്ലോടാ. മറ്റേ ഗ്യാറ്റോനെ കാട്ടി ഭയങ്കര പവറാണല്ലേ ഇവൻ. ജെറി മച്ചാൻ കുറച്ച് പളിയാണ്. ജെറി മച്ചാൻ കുറച്ച് പ്രോ ആണ് നൈസ്, കുറച്ച് പ്രോയേഷാണ്. സോ നമ്മളത്രക്കൊന്നും എത്തൂല ഗൈസ്, നമ്മളത്രക്കൊന്നും എത്താനായിട്ടില്ല. ജെറി നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം വീഡിയോയിൽ. അയ്യോ എൻ്റെ പോലെ ഗൈസ് അത് കൺട്രോൾ പോയത് ഗൈസ്. ചത്തേനെ ഗ്യാറ്റോനെ എല്ലാം പറഞ്ഞിട്ട് പാവം കയറ്റോ എന്ന് പറയാം. ഇങ്ങോട്ടേക്ക് നമുക്ക് പോയാൽ അയ്യേ ഇവിടെ ഒന്നും പോകാൻ കഴിയില്ല. അയ്യേ എൻ്റെ അമ്മോ എട്ടിപ്പോൾ ഞാൻ എണ്ണത്തന്നെ കണ്ടിട്ട്. ഇവിടെ റീജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഒരു മനസ്സുഖ ഗൈസ്. പോയാലേ ആവുള്ളൂ. വേണ്ട ഏതായാലും നമുക്ക് മേലെ പോവാം. താഴോട്ടേക്കാം മേലോട്ടേക്കാം? മേലോട്ടേക്ക്. റീബർത്തിൻ്റെ ചിഹ്നമല്ലേ ഇതുണ്ടായ? ഷോപ്പിലെന്തോ ഇത് കാണുന്നത്, എന്തോ ഒരു ഷോപ്പ്. എത്തിയാ? ഇത് കുറച്ച് പണിയാ. ഇതെനിക്കറിയാം. ഇത് നമ്മൾ പൊട്ടൻ കരയാടെ കളിക്കുന്നത്. ഇത് ഇവർക്ക് ഇവിടെ ഒരു ഡോറ് വെച്ചാൽ മതി. വെറുതെ നമ്മൾ ഈ കൊണ്ട് ഓടിക്കുന്നത്. റോളറുള്ളതാ പോകുന്നത്. റോളറെല്ലാം നമ്മളെ ചങ്ങായി തന്നെയാണ്. എല്ലാ ചങ്ങായിമാരും കളിക്കുന്നുണ്ട് നമ്മളെ. ഒന്ന് കുടിക്കാം. ഗോ എന്നിട്ട് കുടിച്ചു ഗൈസ്. ഇത് കുറച്ച് പണിയായിരിക്കും ഗൈസ്, എനിക്ക് നല്ല ഉറപ്പ് പണി തന്നെ. എൻ്റെ അമ്മോ ഗൈസ് ഇത് ഭയങ്കര ഓവർ സ്പീഡാന്ന് തോന്നുന്നു. കൺട്രോളിങ് കിട്ടണ്ടേ ഗൈസ്. ഗോഡ് ബ്ലാസ്റ്റർ എന്തെന്നാണത്? ഇത് നമുക്ക് ഈസി ആയിട്ട് പോവാം. എന്ന് വെച്ചാൽ ഡയറക്ഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ലൈക്ക് അടിക്കാത്തവർ അടിച്ച് പൊട്ടിച്ച് ഗൈസ്. എന്തിനാ വെറുതെ ഒരു 10 ലൈക്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു. ഒരു 10 ലൈക്ക് ഒന്ന് മാറ്റിയിട്ടൊന്ന് കുറച്ച് ലൈക്ക് അടിക്കുക ഗൈസ്. എന്താണ് ഇങ്ങനെ ദുഷ്ടന്മാരായി പോകുന്നത് ഗൈസ്. എടാ ഇവിടെ നിന്നൊന്നും ചാടാൻ കഴിയില്ല ഗൈസ്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് ഗൈസ്. എൻ്റെ അമ്മ ഇത് ചാടിക്കേണ്ടേട്ടാ. ചത്ത്. എൻ്റെ മോനെ ഗൈസ് അത് പണിയാ ഗൈസ്. എങ്ങനെയല്ല നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പെട്ടെന്ന് നമ്മൾ ചത്തു, പ്രശ്നമില്ല. നമ്മളെത്തി. ഇവൻ്റെ ഒപ്പം ഓട്ട മത്സരം എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി. ഇവിടെ ഒന്നുണ്ടോ അവിടെ? ആ പണിയായിരിക്കും ചിലപ്പോൾ. ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ പൊട്ടങ്ങളി ഗൈസ് കളിച്ചത് തന്നെ. ഇപ്പം കളിച്ചതാണ് മരണപ്പൊട്ടങ്ങളി. കണ്ടോ ഗൈസ്. നമ്മൾ അതിലോട്ട് വന്നിട്ട് ഇവന്മാർക്കൊരു ഡോർ ഇതിലോട്ടങ്ങ് വെച്ചിനെങ്കിൽ ഒരു കടിയും ഉണ്ടാകുന്നില്ല, വെറുതെ ചെയ്ത് വെച്ചാൽ. അതെനിക്കറിയില്ല. ആർഡർ താന്ന് പിടിക്കണ്ടേ? സ്റ്റോറേജ് റൂമിലുണ്ട്. എനിക്ക് തുറക്കട പൊട്ടന്മാരെ. ഗ്യാരേജിൽ വെച്ചിട്ട് റീസൺ എന്തിനുണ്ട്? ഇതാ ലാഡർ. അല്ലാണ്ട് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം കയറിന് വേണ്ടിയിട്ട്. പക്ഷെ ലാഡറാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. ഫോൺ ബൂത്ത്സ് പോലും ഒന്നത് ലാഡർ കണ്ടുപിടിച്ച് മതിയാ. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ മതി, ഇത്ര മതി. ഇതന്നെ നമുക്കൊന്ന് ചാടിക്കീഴ് വെക്കാം. ഗായ്സ് വെച്ചതെന്ന് ശരിയായി കേട്ടാ. മാറിക്ക വെച്ചാനെ എൻ്റെ ഏണി. നിങ്ങളൊന്നും തുടരും. എൻ്റെ മാറിക്കടാ പൊട്ടാ. നമ്മൾ കയറി കണ്ട. അതാണ് മെയിൻ പ്രശ്നം. ഇവിടുന്ന് ഇങ്ങനെ വീണ് പോയാൽ മരണ പ്രശ്നം. ഇതാ മാളാ ക്യാറ്റച്ചേട്ടല്ലേ ഇത്? രണ്ടും ക്യാറ്റച്ചേട്ടൻ തന്നെ. ഇത് പണിയല്ലടാ. ഇത് പണിയാ. ചെറിയൊരു പണി വേണ്ടി വരും.
ഇല്ല, ഇത് നമുക്ക് ഈസിയാണ്, ചാടിയാൽ മതി. ഇവിടെ വേറൊന്നുണ്ടോ, അതും ഭയങ്കര പാട്. നമ്മൾ നേരത്തെ വേറൊന്നുണ്ട്, നമ്മളിങ്ങനെ കാറ്റ് കൊണ്ട് അടിച്ച് പായിപ്പിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ഈസിയാണ്. എൻ്റെ അമ്മോ ഗൈസ്, ഇതൊക്കെ ചത്തുപോയനെ, ഭയങ്കര പ്രശ്നം അതല്ലോ. എന്തൊരു ഈ ഗ്യാറ്റോൻ്റെ തലമണ്ട പൊളിക്കണം, ഇങ്ങനത്തെ വലിയ പ്രിസണെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്. അയ്യോ എൻ്റെ അമ്മോ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കുറ്റം ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയത്. ഇതെന്താടാ ഇവൻ ഇങ്ങനെ ചാടിക്കളിക്കുന്നു, മൊണ്ണംകളി. ഇതിനകത്തെല്ലാം നമ്മളെ മറ്റേ ഗെയിമിനകത്തെല്ലാം ഇതിനകത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇല്ല ഉണ്ടാവും, എന്നിട്ട് നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആക്കിക്കോളി ഇവന്മാർ, ഭയങ്കര റിയലിസ്റ്റിക് ആക്കിക്കാളി ഇവന്മാർ. ഭയങ്കര പ്രശ്നമാണ് ഇവന്മാരെ കൊണ്ട്. അയ്യോ എൻ്റെ അമ്മോ ചത്തു പണ്ടാരടങ്ങിയനെ. ഞാൻ ചത്തത്ത് ഉണ്ടായത് അല്ല, നടുക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടായത് സംഭവിച്ചെൻ്റെ മോനെ. ഇപ്പം വരെ ആലോചിക്കാൻ കഴിയില്ല. വീട് നിന്ന് നിലത്ത് വീണാൽ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് നല്ല സങ്കടമാവും. ഒന്ന് പോടാ, ഇതെന്തിനാണ് ഈടുന്ന് അവിടെ വീണ് പോയോണ്ട് പിന്നെ ഗ്ലൗസ് വേണം ചോദിക്കുന്നത് പൊട്ടന്മാരാ. നമ്മ കീഴോട്ട് വന്നൂടെ? അയ്യേ നമ്മ സീനേ. എടാ അതിനും നല്ല ഈസി ആയിട്ട് വഴിയുണ്ട് താടാ, ഇവിടെ ഇങ്ങോട്ടേക്ക് അങ്ങ് ചാടിയിട്ട് അങ്ങ് വന്നാൽ മതിയോ. അത് പിന്നെയും ചത്തല്ലോ, നേരെ ലാവയിലേക്ക് എടുത്ത് ചാടി. മൈ പ്രശ്നമില്ല, നമ്മൾ അടച്ചല്ലോ ഇതാല്. നീ ഇതാ ആടൻ്റെ മോനെ. അമ്മമാർക്ക് ദേഷ്യം പിടിപ്പിക്കാൻ വേറൊരു ഐഡിയയും കിട്ടിയില്ലടാ. തിരിച്ചെങ്ങനെ എനിക്ക് കയറാനീ? തിരിച്ചു കയറല് മാത്രം അറിഞ്ഞൂടാ. മാറ് മച്ചാനെ, എന്താ എൻ്റെ നേരത്തെ കയറി ഇരിക്കുന്നു. അത് വേടിയർന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ആടുന്ന് മുക്കി കളിയാണ് നമ്മളെല്ലാം. ഈ ഐസ് ബോ എല്ലാം എന്തിന്? നമ്മൾ റോബക്സ് കൊടുത്തൊന്നു വാങ്ങി തന്നെ നമ്മൾ ഈ കളിയിൽ നമ്മൾ ഇത് ചെയ്തത് ഫൗളായി. അതന്നെയാണ് കളി നമ്മൾ തോറ്റെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ കളിക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഫോളോ ഒന്ന് റോബക്സ് കൊടുത്തൊന്നും വാങ്ങാനൊന്നും പാടില്ല. 87 ഇതായ ഗൈസ്, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. 100 രൂപക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും, $100 100 കോയിന്. കോഴ്സ് ഇങ്ങോട്ടേക്കെല്ലാം പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതാ പിന്നെ കിട്ടി $90 കോയിന്. ഡോളർ നാളിലൂടെ പറയുന്നത്. ഇതെനിക്ക് ഈസിയാണ് മച്ചാനെ. കണ്ട ഗൈസ്, നമ്മൾ പിന്നെ ഗോൾഡ് കട്ടാ ഇപ്പം 100 ആയിട്ടുണ്ട്, 110 രൂപ പിന്നെയും ആയി. പൈസ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കാടയൊന്നും ഇല്ലെങ്കിൽ മൂഞ്ചിയില്ലേ. ഇതാണ് ഏറ്റവും പാട് സാധനം, ഇതെനിക്കറിയുന്നത്. ഭയങ്കര പാടാണ് ഇവിടുന്ന് ചാടാൻ. ഈ ഒന്നാമത്തേൽ നമുക്ക് ഇങ്ങനെ പോവാം, രണ്ടാമത്തേൽ നമ്മൾ ചാടണം, ചാടിയാലേ നമുക്ക് അവിടെ എത്താൻ കഴിയും. നീ 1 നമ്പർ. അയ്യേ ഒരു പാടില്ലാണ്ട് എത്തി. അയ്യേ അത് ഈസി ആയിട്ട് എത്തി. നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഗൈസ്, ഒന്നും അറിഞ്ഞൂടാ. അയ്യോ ഇവിടെ ഒന്ന് പോടാ, താഴോട്ടേക്കാ പോകുന്നു. മോണ്ണം തന്നെയാണല്ലോ ഇത്. ഇവിടെ നമ്മൾ താഴോട്ടേക്ക് പോകണം ഗൈസ്. നമ്മളൊരു ഇതിൽ വാങ്ങി പോടാടുന്ന ഒന്ന് വ്യൂ കാണിച്ചിട്ട് ഗൈസ്. നമ്മളൊരു പുതിയൊരു ഗോൾഡൻ മാലയെല്ലാം അങ്ങ് വാങ്ങിച്ച്, പിന്നെ അല്ലാണ്ട് ഇതെല്ലാം അല്ലാണ്ട് നമ്മളെന്ത് യൂട്യൂബർ അല്ലേ. ഇപ്പോൾ ഇനി നമ്മൾ ഇത് മാറ്റുന്നു ഗൈസ്, നമ്മളിത് മാറ്റണം. കാരണം ഇത് മാറ്റണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒരു മച്ചാണ്ട് കേട്ടോ നടക്കുന്ന, നമുക്ക് പേടിയാവുന്നു ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അയ്യേ ഗ്യാറ്റോൻ്റെ കുരങ്ങ്, ഇവൻ എന്തോ എടുത്ത് എറിയോ? അതാണ് എനിക്കറിയാം, ഇതെനിക്കറിയുന്നേ. ടാബിളിൻ്റെ മുകളിൽ കയറാ. അയ്യോ ഇതാടാ എൻ്റെ മേത്ത് എറിഞ്ഞിവൻ. പോടടാ, എന്തടി ഇവന് വേണ്ടേ? സ്ക്രീന് കാണൂല, അതാണ്. ഫുഡ് സൂക്ക് എടുക്ക്, ഫുഡ് സൂക്ക്. പോടാ അവിടെ പോയിട്ട് അവനെ കൊല്ലടാ, കൊന്ന് കുഴിച്ചും കൂടിയടാ. ഞാൻ ഫുഡ് സൂക്ക് എടുക്കട്ടെ, ഫുഡ് സൂക്ക്. അവിടെ ബട്ടൻ്റെ മുകളിൽ അവിടെ എറിയുന്ന മൊണ്ണേ. ഈ മൊണ്ണന് വലിയ പണിയൊന്നുമില്ല. ഇന്നിവൻ്റെ അവസാനം ഞാൻ കഴിക്കും. പോടാ കളവാ. ഇവൻ ഷെഫാന്ന് പറയുന്നത്, പായലെടുത്ത് എറിയുമ്പോൾ. അയ്യേ മച്ചാൻ 2 അടിക്ക് ചത്ത്. നമുക്ക് തോക്ക് പിടിച്ചു പോവാം. ഇവന്മാരെല്ലാം വെടിവെച്ച് വിട്ടോടെ. ഈ ഗണ്ണു വെച്ച് ഇവന്മാർ വെടിവെക്കാൻ കഴിയുമോ? അങ്ങനെയുണ്ടോ?
കുറച്ച് നല്ലതായിരിക്കും. ഇവന്മാരെ ഷോയും തീരും. ഈ ലേസർ കൊണ്ടുവന്ന കാര്യമോ പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നല്ലതാ. എൻ്റെ അമ്മോ പേടിച്ചു പോയില്ലടാ. കുരങ്ങനെ ആടെ വന്ന് നിന്നുപോയി. അപ്പോൾ ഇത് കുറച്ച് പണിയാടാ. ഇത് കുറച്ച് പാടുപെടും. നമ്മൾ കുറച്ച് മുക്കേണ്ടി വരും. ഇത് നമ്മൾ ആടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വീണിച്ചെങ്കിൽ പ്രശ്നമാണ്. എടാ തട്ടി സ്പീഡ് പറഞ്ഞാ ഇവിടെ വീലടാ. ചെക്ക് പോയിൻ്റ് കിട്ടിയ അത് പ്രശ്നമില്ല. ചെക്ക് പോയിൻ്റ് കിട്ടില്ല ഏതായാലും. ചെക്ക് പോയിൻ്റ്. ഈ പൈസ എടുത്തിട്ട് ഒരു കടയും കാണുന്നില്ല പൈസ. ഇതെന്തെന്നാ ഇവന്മാരിങ്ങനെ ഊമ്പിക്കാനാടാ ജയിച്ചിന്. മച്ചാമാരി ഒരു വീഡിയോ കഴിച്ചാ സ്പീഡ് കിട്ടാൻ എന്തെങ്കിലും ഒരു സ്പീഡ് കോയാ എന്തെങ്കിലും പറയാൻ. ഇത് നമ്മൾ അന്നത്തെ ഒരു മണ്ടത്തരം കളിച്ചുപോയി. അന്ന് നമ്മളൊരു ഗെയിം നമ്മൾ യൂട്യൂബിൽ ഇട്ട് തരും. അതിനകത്ത് നമ്മൾ ഗായ്സ് ലേസർ ഇപ്പം തട്ടി തന്നെയുള്ള അവസ്ഥയിലാണ്. ഹാർഡ് മോഡലായി ഇവന്മാർ ലേസർ എല്ലാം തരുന്നുണ്ട്. ഇവന്മാർ എന്തിനു ഇതിനകത്തെല്ലാം തരുന്നു? പ്രശ്നമൊന്നുമില്ല. നമ്മൾ പിന്നെ പണ്ടേ പ്രോ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മച്ചാന്മാരെ ഈസി ആയിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ മച്ചാനെ താഴെ പോലെടാ. പക്ഷെ എൻ്റെ അമ്മ ഇവിടെ നമ്മൾ പൊട്ടങ്കളി കളിച്ചതെന്ന് പറഞ്ഞേ അല്ലല്ല. ഇവിടെ നിന്നാന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് വെറുതെ ഓടി അല്ലല്ലടാ. ഇതെനിക്കറിയാം. ഇതൊരു മലപ്പലക എന്തെങ്കിലും ഒരു പലക ഉണ്ട് അവിടെ നിന്ന് അടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കയറിയൽ. അതാണെന്ന് എനിക്കറിയാം. നല്ലോണം അറിയാം. ഈ പലക തന്നെ. ഇതിനകത്തൊരു ബുദ്ധി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെ പോലെ നമ്മൾ ന്യൂബേസ് കൊല്ലാവർ ഡ്രോപ്പ് ഇടറാ. നമ്മളിതിങ്ങനെ പോവുക. ഒന്നും എടുക്കണ്ട. നമ്മൾ ഇതാ തിരിച്ചു വരിക. ഇതെടുക്കുക. എടുക്കടാ പൊട്ട. ന്യൂബേസ് കൊല്ല. ഇതിലൊട്ട് നമുക്ക് ചാടിയാൽ പോരെ. അയ്യേ ഈ ഗ്യാപ്പിന് നമ്മൾ പലക വെച്ച് എടുത്ത് ചാടിയത് വെറുതെ. ഇത് ബോസ് ഫൈറ്റാ. തോനാടി ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അവനെ കൊന്നേക്കാം. ഇവിടെ നിന്ന് അവനെ കൊല്ലാൻ കഴിയും. അങ്ങനെ ഉണ്ട്. ഒന്ന് നിലത്ത് ഇറങ്ങിയാലോ അങ്ങനെ. ഇവനെ ആകാശത്താണ് നടക്കുന്നത്. എന്താ ഇങ്ങനെ? എന്തിനാ ഇവനെ ആകാശത്താണ് നടക്കുന്നത്? ഇവൻ വലുതായിട്ട് നമുക്ക് തോന്നിയാ. ഇവൻ ആകാശത്താണ് നടക്കുന്നത്. നമ്മൾ കുണിഞ്ഞു പോയിനാ. തെറ്റിക്കഴിഞ്ഞില്ലല്ലോ. എടാ ഒന്ന് ചാടറാ. നമ്മള് ലൈഫ് തീരും. അവൻ്റെ കൈമേൽ നമ്മൾ വെക്കേണ്ടത്. അതാണ് നമ്മളെ മെയിൻ. അവിടെ ഓടാ. ഇവിടുന്ന് സ്പീഡ് കുറയുന്നുണ്ട് നമ്മളെ. മച്ചാനെ വെടി വെച്ച് കൊല്ലട്ടെ. ഇവനെന്ത് മൊണ്ണനാടാ. സഹായിക്കടാ. ഒരു സഹായം ചെയ്യാണ്ടാടി ഈക്കല്ലാണ്ട് വെടിവെക്കടാ. ഇവിടെ ഒരു ഇത് കൊണ്ടുകഴിഞ്ഞാൽ ഇവന് രണ്ട് ബോൾ കൊണ്ട് വെടിവെക്കടാ. പൊട്ടിച്ച് കൊണ്ടില്ല. സേഫ് പൊട്ടിക്കടാ. ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ ഗൈസ്. ഇതെന്തെന്നായി ഇങ്ങനെ. അയ്യോ ഈ മൂലക്കായിപ്പോയി നമ്മൾ. എടാ മച്ചാനെ ഇവന്. എടാ പോടാ മുന്നേ. ഈ വാതിലടഞ്ഞ ചതിയന്മാർ. ഈ വാതിലടച്ച് കള്ളക്കളവന്മാർ. ഇതിനകത്ത് ഇവൻ്റെ ഒരു കൈ ഇപ്പം പൊട്ടുപോയി കണ്ടു. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കാണിച്ചു. മറ്റേ കൈ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഗൈസ്. ആന്ധ്ര തട്ടുന്നു. എടാ തട്ടലടാ. ഞങ്ങൾ ചത്തുന്ന് തോന്നുന്നു. ഓൻ്റെ ഒരു കൈ പൊട്ടി ഗൈസ്. നന്നായി. കള്ളക്കളവൻ്റെ ഒരു കൈ പൊട്ടി. ഗൈസ് നമ്മൾ ചത്ത്. നമുക്ക് മറ്റേ ഐഡിയ ചെയ്യാം. അതന്നെ നല്ലത്. അതന്നെ ഇവിടെ നിന്നിട്ട് ഓനെ അങ്ങ് കേൾക്കാം. എനിക്ക് അറിയുന്ന പരിപാടിയാണ്. ഇവിടെ വന്നതിനാൽ ഓൻ്റെ കൈൻ്റെ ലൈഫ് കുറയും. പോയിന്റ് വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ കുറച്ച് നീങ്ങണം തോന്നുന്നു. ഇങ്ങനെ ചെയ്യാം ഗൈസ്. ന്യൂ ട്രിക്കടാ. ട്രിക്ക് അൺലോക്ക്ഡ്. ഇവിടെ പുക പോകുന്നത് പാവം കയറ്റോ. എനിക്കൊന്നും ചെയ്യാൻ കഴിയും. ഇവിടെ പാവല്ല പഞ്ഞ. ഗോസ്റ്റ് മോഡ് ഓണാക്കണമെന്നോ. അല്ലെങ്കിൽ തന്നെ പേടിയാവുന്നേ. പിന്നെയല്ല എൻ്റെ ഗോസ്റ്റ് മോഡ് പേടിയൊന്നുമില്ല. ചെറിയൊരു ഇത് അതന്നെ. ഒന്ന് പൊട്ടട ഇവന്. മറ്റേ കേന്ദ്ര പൊട്ടാത്ത ഇവൻ്റെ കൈ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാ. മച്ചാൻ പൊട്ടിയേ.
മച്ചാനെ എടാ ഇത് നിർത്തടാ തോക്കിട് മച്ചാൻ ചത്തേ ഇവൻ്റെ എങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഇവൻ പെട്ട ഇവൻ ഗ്ലിച്ചായിടാ എടാ ഇതെനിക്ക് അറിയുന്ന സംഭവമാണ് ഇതിനകത്ത് നമ്മൾ ചത്തതാ ഇത് നമ്മൾ വാതിൽ തുറന്നിട്ട് ഇതെനിക്കറിയണേ ഇവിടെ പോവുക എന്നിട്ട് നേരെ വണ്ടി ഇവിടെ വെക്കുക കിന നമ്മളിവിടെ തന്നെ നിൽക്കാൻ എടാ ഗ്ലിച്ച് ഷേ ഗായ്സ് ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് ഗ്ലിച്ചാന്ന് ഇതിൻ്റെ പുറത്ത് കയറിയാണ് പ്രശ്നം ഷീറ്റ് ഗായ്സ് ഭയങ്കര പ്രശ്നമാണ് ഇത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ഗുഡ് ബൈ